ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പേജ് എടുത്ത് നോക്കാം. ഒരു സ്റ്റഡി ടൂർ ആണല്ലേ, സ്കൂളിൽ നിന്ന് ഒരു സ്റ്റഡി ടൂർ പോവുകയാണ്. അപ്പോൾ കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിലെ സ്റ്റുഡൻസ് ഒരു സ്റ്റഡി ടൂർ പോവുകയാണ്. അവർ തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി, മുനിയാട്ടുകുന്ന്, കുടക്കല്ലുപറമ്പ് എന്നീ സ്ഥലങ്ങളും അതേപോലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയവും അവർ വിസിറ്റ് ചെയ്തു. ഓക്കെ, അതാണ് ഈ ഒരു പേജിൽ പറയുന്നത്. ആസ് പാർട്ട് ഓഫ് ദിയർ സ്റ്റഡി tour in search of historical remains, the children of Kattadikunnu Government UP School visited places like Kandanasheri, Muniyattukunnu, Kudakkalluparambu, and the Shaktan Thampuram Museum in Thrissur district. Let us get familiarized with a part of Richu's travelogue that contains the information gathered during the study tour. അപ്പോൾ ഈ സ്റ്റഡി ടൂറിൽ അവർ കണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി റിച്ചു, ഒരു സ്റ്റുഡൻ്റ് ആണ് റിച്ചു, ഒരു ട്രാവലോഗ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ ജേർണി ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്. ഇപ്പോൾ റിച്ചു 6ാം ക്ലാസ് ബിയിലെ കുട്ടിയാണ്. ഗവൺമെൻറ് UP സ്കൂൾ കാറ്റാടിക്കുന്ന്. From the plain area, we started climbing up the hill. It was an amazing journey through small bushes, leaves, slopes, and rocky crags. This trip really surprised us. We saw Kudakallu. Kudakallu എന്ന് പറഞ്ഞാൽ umbrella stone. കുടക്കല്ല് umbrella stone. ഓക്കെ, പിന്നെ കണ്ടത് തൊപ്പിക്കല്ല്, ക്യാപ് സ്റ്റോൺ. ഓക്കെ, തൊപ്പിക്കല്ല് ആൻഡ് മുനിയറ മെയ്ഡ് ഓഫ് സ്റ്റോൺ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ അവർ കണ്ട കാര്യങ്ങളാണ് യാത്രാനുഭവത്തിൽ എഴുതിയിരിക്കുന്നത്. ഫ്രം ദ പ്ലെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ നിരപ്പായ പ്രദേശത്ത് നിന്ന് അവരെങ്ങോട്ടാണ് പോയത്? വി സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് അപ്പ് ഹിൽസ്, കുന്നുകൾ കയറി. പിന്നെന്താണ്? ഇറ്റ് വാസ് എൻ അമേസിങ് ജേർണി ത്രൂ സ്മോൾ ബുഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റിക്കാടുകൾ. ഓക്കെ, അതേപോലെ സ്റ്റീപ്പ് സ്ലോപ്സ്, ചെങ്കുത്തായ കയറ്റങ്ങൾ, ആൻഡ് റോക്കി ക്രാക്സ്, അതായത് പാറൻ്റെ ഇടുക്കുണ്ടാവുമല്ലോ, 2 പാറകളുടെ നടുവിലുള്ള പാറ ഇടുക്ക്, അതാണ് റോക്കി ക്രാക്സ്. ദിസ് ട്രിപ്പ് റിയലി സർപ്രൈസ്ഡ് അസ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അത്ഭുതമായിട്ടുള്ള ഒരു യാത്ര ആയിരുന്നു. അവിടെ അവർ കണ്ടത് എന്താണ്? സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച, എന്താണ് കണ്ടത് അവർ? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, ഇതാണ് അവർ കണ്ടിരിക്കുന്നത്. ദ വൺ ഷേപ്ഡ് ലൈക്ക് അംബ്രല്ലാസ് വേർ കുടക്കല്ല്. അപ്പം കുടക്കല്ല് എന്ന് പറഞ്ഞാൽ കുട പോലെ, അംബ്രല്ല പോലെ ഇരിക്കുന്നു. തൊപ്പി പോലെയുള്ളതിനെ തൊപ്പിക്കല്ല് അല്ലേ. ആൻഡ് ദ കേവ് ലൈക്ക് വൺസ് വേർ മുനിയറ. മുനിയറ എന്ന് പറഞ്ഞിട്ട് ഗുഹ പോലെയുള്ളവയാണ് മുനിയറ എന്ന് പറയുന്നത്. ദീസ് വെർ ബിൽറ്റ് ബൈ ഹ്യൂമൻസ് ഹു ലിവ്ഡ് സെഞ്ചുറീസ് എഗോ. ഇതൊക്കെ ആരാണ് നിർമ്മിച്ചത്? മനുഷ്യർ തന്നെ നിർമ്മിച്ചതാണ്. ഈ തൊപ്പിക്കല്ലും കുടക്കല്ലും മുനിയറാസൊക്കെ മനുഷ്യർ തന്നെ നിർമ്മിച്ചതാണ്. അതായത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മനുഷ്യർ നിർമ്മിച്ച കാര്യങ്ങളാണ് ഇത്. Our teacher told us about these historical relics in details. ടീച്ചർ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിനെ പറ്റിയുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. To learn more about this, we went to the ശക്തൻ തമ്പുരാൻ മ്യൂസിയം in തൃശ്ശൂർ ടൗൺ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എങ്ങോട്ടാ പോയത്? ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ യാത്ര പോയത്. The museum had a collection of stone monuments similar to the ones that we have seen in different places, and its model along with the descriptions were also displayed. അപ്പോൾ നമ്മൾ കണ്ട പോലെയുള്ള സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച പല സാധനത്തിൻ്റെയും വലിയൊരു കളക്ഷന് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ കുറിച്ചൊക്കെ അതിൻ്റെ വിവരണവും എഴുതിയിരുന്നു, ഡിസ്ക്രിപ്ഷനും അവിടെ എഴുതിയിരുന്നു. We were really amazed to see the iron weapons, tools, pots, ornaments and coins collected from the stone monuments. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ട് വളരെയധികം എക്സൈറ്റഡ് ആയി. എന്തൊക്കെയാണ് കണ്ടത്? അവിടെ നിന്ന് പിന്നെ പണ്ട് കാലത്തുള്ള ഇരുമ്പായുധങ്ങൾ, അതേപോലെ തന്നെ ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ഓർണമെൻറ്റ്സ്, കോയിൻസ്, ഇതൊക്കെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി എന്നാണ് ട്രാവലോഗിൽ പറയുന്നത്. ഓക്കെ, What are the historical remains described in Richu's travelogue? അപ്പോൾ റിച്ചുവിൻ്റെ ട്രാവലോഗിൽ പറഞ്ഞ എന്തൊക്കെയാണ്? ഒന്ന് കുടക്കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ നമ്മളിവിടെ വായിച്ചല്ലോ. എന്താണ്? കുടക്കല്ലാണ് ഒന്നാമത്തേത്, രണ്ടാമത്തേത് തൊപ്പിക്കല്ല്, മൂന്നാമത്തേത് മുനിയറ. ഇത് രണ്ടും നമുക്ക് അവിടെ എഴുതാം. എന്തൊക്കെ എഴുതാം? കുടക്കല്ല്, പിന്നെ
തൊപ്പിക്കല്ല് എന്നെഴുതാം. ഓക്കെ, തൊപ്പിക്കല്ല് എന്ന് എഴുതാം. പിന്നെ മുനിയറ എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് റിച്ചൂസിൻ്റെ ട്രാവലോഗിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഷാൽ വി എക്സ്പ്ലോർ മോർ അബൌട്ട് ദീസ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്? ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിച്ചാലോ? മെഗാലിത്തിക് ഏജ്. മെഗാലിത്തിക് ഏജ് എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുടക്കല്ല്, അംബ്രല്ല സ്റ്റോൺ, തൊപ്പിക്കല്ല്, ക്യാപ് സ്റ്റോൺ ആൻഡ് മുനിയറാസ് ടോംസ് മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ് ആർ നോൺ ആസ് മെഗാലിത്തിക് മോണുമെന്റ്സ്. അപ്പോൾ ഇതിനെയൊക്കെ എന്താണ് നമ്മൾ പറയുന്നത്? മെഗാലിത്തിക് മോണുമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇത് എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റിലും ലാറ്ററൈറ്റിലുമാണ്. ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെങ്കല്ല്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ് നോൺ ആസ് megalithic monuments. Since these are made of huge stones or stone slabs, they are called megalithic monuments. എന്തുകൊണ്ടാണ് മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് പറയുന്നത്? ഇത് വലിയ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഹ്യൂജ് സ്റ്റോൺസ് ആണ്, അല്ലെങ്കിൽ സ്റ്റോണിന്റെ സ്ലാബ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് പറയുന്നത്. ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദീസ് സ്റ്റോൺ മോണുമെന്റ്സ് വെർ ബിൽഡ് ഈസ് നോൺ ആസ് മെഗാലിത്തിക് ഏജ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതായത് വലിയ സ്റ്റോൺ കൊണ്ട് ഓരോന്നും നമ്മൾ നിർമ്മിച്ചു, സ്മാരകങ്ങൾ, മോണുമെന്റ്സ് നിർമ്മിച്ചു. ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. The evidences of megalithic age are found in the most part of South India. സൗത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇതിൻ്റെ തെളിവുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇൻ സം പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ, മറയൂർ. ഓക്കെ, മറയൂർ അത് കേരളത്തിലാണ്. പിന്നെ ചേരമനങ്ങാട്, പിന്നെ കുപ്പക്കൊല്ലി, മങ്ങാട് ഇൻ കേരള. ഈ കേരളത്തിലുള്ള സ്ഥലങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എന്താണ്? മറയൂർ, ചെമ്പനങ്ങാട്. മറയൂർ പോയിന്റാണ് ചെമ്മനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്. ഇനി നമ്മൾ തമിഴ്നാട് നോക്കുകയാണെന്ന് വെച്ചാൽ അവിടെയുള്ള ഏത് സ്ഥലത്തിനാണ്? ആദിച്ചനല്ലൂർ. എന്താണ്? ആദിച്ചനല്ലൂർ. പിന്നെ കർണാടകയിലെ ബ്രഹ്മഗിരി. ഓക്കെ, നാഗാർജുനകൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ് ആർ ഇമ്പോർട്ടൻറ്റ് മെഗാലിത്തിക് സൈറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കേരളത്തിലാണ് കൂടുതൽ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നത് അല്ലേ? കേരളത്തിലെ സ്ഥലങ്ങൾ ഓർമ്മിച്ച് വെക്കുക. മറയൂർ, ചെമ്മനങ്ങാട്, കുപ്പനക്കൊല്ലി, മങ്ങാട്. പിന്നെ തമിഴ്നാട് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാം എക്സാമിന്. തമിഴ്നാട്ടിലെ അടിച്ചനല്ലൂർ, ബ്രഹ്മഗിരി കർണാടക, നാഗാർജുനകൊണ്ട ആന്ധ്രാപ്രദേശ്. ഇത്രയും സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും മെഗാലിത്തിക് മോണുമെന്റ്സ് ഉണ്ടായിരുന്നത്. ഇനി മെഗാലിത്തിക് മോണുമെന്റ്സ് ഇത് നോക്കൂ. തൊപ്പിക്കല്ല്, മുനിയറ, കുടക്കല്ല്, കല്ലറ, നാട്ടുകല്ല്. കണ്ടല്ലോ, ഇതാണ്. ഇതിനെപ്പറ്റി നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ ഇത് എഴുതാനോ ഇതിൻ്റെ പേര് എഴുതാനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മെഗാലിത്തിക് മോണുമെന്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഏൻഷ്യന്റ് ബurial പ്രാക്ടീസസ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എന്താണ്? ശവസംസ്കാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു കുടക്കല്ലും തൊപ്പിക്കല്ലും മുനിയറയൊക്കെ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏൻഷ്യന്റ് ബurial പ്രാക്ടീസ്. ഓക്കെ, such stone monuments were constructed for burying the remains of dead. ഇപ്പം നമ്മളിപ്പോൾ ശ്മശാനത്തിലൊക്കെയാണ് ബോഡികളൊക്കെ നമ്മൾ അടക്കം ചെയ്യുക. അതേപോലെ പണ്ട് കാലത്ത് ഈ ബോഡികളൊക്കെ അടക്കം ചെയ്തിരുന്നത് ഇത്തരം സംഭവങ്ങളിലാണ്. ഓക്കെ, since numerous iron tools are found since numerous iron tools were found from megalithic monuments, this period also known as iron age. ഇപ്പോൾ ഒരുപാട് ഇരുമ്പിൻ്റെ ആയുധങ്ങളൊക്കെ, അയൺ ടൂൾസൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിനെ മെഗാലിത്തിക് ഏജിനെ നമ്മൾ അയൺ ഏജും എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ന്യൂമറസ് അയൺ ടൂൾസ് were found from megalithic monuments. Along with the remains of the dead, ornaments, weapons, tools, vessels and coins that they used were also found from megalithic monuments. അപ്പം എന്താണ്? മെഗാലിത്തിക് മോണുമെന്റ്സ് നിന്ന് ഈ എന്താണ് ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഓർണമെന്റ്സ്, വെപ്പൺസ്, ടൂൾസ്, വെസൽസ്, കോയിൻസ്, ഇതൊക്കെ അവിടെ നിന്ന് അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ചാർട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ.
മേജർ മെഗാലിത്തിക് സൈറ്റ്. ഇപ്പോൾ നമ്മൾ കേരളം മറയൂർ പറഞ്ഞു, തമിഴ്നാട് നമ്മൾ എന്താ പറഞ്ഞത് ആദിച്ചനല്ലൂർ, ആന്ധ്രാപ്രദേശ് എന്താണ് നമ്മൾ പറഞ്ഞത് നാഗാർജുനകൊണ്ട, കർണാടക ബ്രഹ്മഗിരി. ഓക്കെ. മേജർ മെഗാലിത്തിക് മോണ്യുമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലുള്ള എന്തൊക്കെയാണ്? കൂടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, ഇതൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. തിങ്സ് ബെറിഡ് വിത്ത് ദ റിമൈൻസ് ഓഫ് ഡെഡ്. അപ്പം ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് കൂടാതെ വേറെ എന്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു? വെപ്പൺസ് ഉണ്ടായിരുന്നു, ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു, വെസൽസ് ഉണ്ടായിരുന്നു, കോയിൻസ് ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. ദ അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ അയൺ ഏജ്. ഓക്കെ. ഒബ്സർവ് ദ ഫിഗർ ഓഫ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസസ് യൂസ്ഡ് ഡ്യൂറിങ് ദ അയൺ ഏജ്. ഇപ്പം ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം വേരിയസ് വെപ്പൺസും ടൂൾസും യൂസ് ചെയ്തതാണ്. പല സൈസിലും പല ഷേപ്പിലുമുള്ള വെപ്പൺസൊക്കെയാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് നൈഫ്. നൈഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കത്തി, സ്വാഡ്, വാള്. സിക്ക് എന്ന് പറഞ്ഞാൽ അരിവാള്, അതൊക്കെ ഇതിലുണ്ട്, അരിവാള്. പിന്നെ അതേപോലെ തന്നെ സ്പിയർ ഹെഡ്, കുന്തമുന. ഓക്കെ. ട്രൈപോഡ് ആൻഡ് ലാംപ്സ് മെയ്ഡ് ഓഫ് അയൺ. ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട് അല്ലേ, വിളക്കുകൾ കാണുന്നുണ്ട്. ദ യൂസ് ഓഫ് അയൺ ഹെൽപ്ഡ് ഇൻ ദ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഓഫ് മെഗാലിത്തിക് ഏജ്. അപ്പം മെഗാലിത്തിക് ഏജിൽ ഇതൊക്കെ എന്താണ്, ഈ അയണിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് അത് എന്തിനാണ് കാരണമായത്? അഗ്രികൾച്ചർ പ്രോഗ്രസ്സിന് കാരണമായത്. ദ യൂസ് ഓഫ് അയൺ ഹെൽപ്ഡ് ഇൻ ദ അഗ്രികൾച്ചർ progress of the megalithic age. Megalithic culture is the creation of people who progressed from food gathering to food production. അപ്പം മെഗാലിത്തിക് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫുഡ് ഗാദർ, ആദ്യം ഭക്ഷണം ശേഖരിക്കായിരുന്നു. അവിടെയും ഇവിടെയൊക്കെ വേട്ടയാടി, മൃഗങ്ങളെ വേട്ടയാടി, അങ്ങനെയായിരുന്നു അവർ ഭക്ഷണം ശേഖരിച്ചിരുന്നത്. പിന്നീട് അവർ എന്തിലേക്ക് മാറി? അഗ്രികൾച്ചറിലേക്ക് മാറി. അതായത് അവർ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായ സമയമാണ് എന്താണ് മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. ഇവിടെ നോക്കും, ഇവിടെ ഒരുപാട് സ്റ്റേറ്റ്സ് നമ്മൾ കാണുന്നുണ്ടല്ലേ. ഇവിടെ കാണൂ ഉറയൂർ എന്നുണ്ട്, വഞ്ചി എന്നുണ്ട്, പിന്നെ മധുരയുണ്ട്, പിന്നെന്താ പാണ്ഡ്യുണ്ട്, ചേരാസ് ഉണ്ട്. ഇതൊക്കെ ക്യാപിറ്റലാണ്. ഓക്കെ. ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ ഏതൊക്കെ സ്ഥലത്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ ഇന്ന് എവിടെയാണ്? വിച്ച് പ്രസൻറ്റ് സ്റ്റേറ്റ്സ് ഡു ദ കളർ റീജിയൻ ഓഫ് മാപ്പ് റെപ്രസെൻറ്റ്സ്. അപ്പം ഇന്ന് ഇതൊക്കെ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ്? കർണാടകയിലുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇത് കേരളമാണ് അല്ലേ. ഇത് കേരള, കർണാടക, പിന്നെന്താണ് വരുന്നത്? ആന്ധ്രാപ്രദേശ്. ഇത്രയും ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കേരള, കർണാടക. അപ്പം കേരള, കർണാടക, തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തമിഴ്നാട്. ഓക്കെ. ഇനി അടുത്ത സൗത്ത് ഇന്ത്യൻ റീജിയൻ വിച്ച് കളേർഡ് ഓൺ ദ മാപ്പ് ദാറ്റ് വാസ് നോൺ ആസ് തമിഴകം ഇൻ ഏൻഷ്യൻ ടൈംസ്. ഈ ഏൻഷ്യൻ ടൈംസിൽ വരെ പറയുന്ന ഈ ഒരു സ്ഥലത്തെ പറയുന്നത്, അതായത് നമ്മൾ ഈ ഒരു ഷെയ്ഡിൽ, ഗ്രീൻ ഷെയ്ഡിൽ കാണുന്ന ഈ ഒരു പ്രദേശത്തെ പറയുന്ന പേരാണ് തമിഴകം. ഓക്കെ. ദ മെയിൻ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് തമിഴകം ആറ്. അപ്പോൾ ഈ തമിഴകത്തെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നതിനുള്ള പ്രധാന സോഴ്സസ് എന്ന് പറഞ്ഞാൽ പഴന്തമിഴ് പാട്ടുകളാണ്. ഏൻഷ്യൻ തമിഴ് സോങ്ങിനെയാണ് നമ്മൾ പഴന്തമിഴ് പാട്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിവുകളൊക്കെ ലഭിക്കുന്നത് കോയിൻസ്, നാണയങ്ങൾ, ട്രാവലോഗ്സ്, എല്ലാവരും എഴുതിയ സഞ്ചാരക്കുറിവുകൾ, ഇൻസ്ക്രിപ്ഷൻസ് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ, ലിഖിതങ്ങൾ. ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് പണ്ടത്തെ ആൾക്കാരെ പറ്റിയിട്ടൊക്കെ അറിയുന്നത്. Among these more information can be found in സംഘം ലിറ്ററേച്ചർ, എ കളക്ഷൻ ഓഫ് ആൻഷ്യൻ തമിഴ് സോങ്സ്. പിന്നെ നമുക്ക് ഏതിൽ നിന്നാണ് കിട്ടുന്നത്? സംഘം ലിറ്ററേച്ചർ എന്നും നമുക്ക് കിട്ടുന്നുണ്ട്. സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ആൻഷ്യൻ തമിഴ് സോങ്. അപ്പോൾ ആൻഷ്യൻ തമിഴ് സോങ്ങിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സംഘം ലിറ്ററേച്ചറെ കുറിച്ച് നമുക്ക് പറയാം. ഇവിടെ നോക്കൂ, ഒരു പുറനാനൂറ് എന്ന ഒരു ലിറ്ററേച്ചറാണ്. അതിലെ വരികളാണ്. യാതും ഊരെ യാവരും കേള് തീതും നൻറും പിറ തരവാര. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവരിവർ ഈസ് അവർ ലാൻഡ്. എല്ലാ സ്ഥലവും നമ്മുടെ നാട് തന്നെയാണ്, എല്ലാം നമ്മുടെ നാട് തന്നെയാണ്. എവരി വൺ ഈസ് അവർ കിൻ. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്.
നൈദർ എവിൾ ഓർ ഗുഡ് കംസ് ഫ്രം അതേഴ്സ്. ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല. ദ ലൈൻസ് ഗിവൻ എബോ ആർ ഫ്രം പുറനാനൂറ് സംഘം ലിറ്റററി വർക്ക്. അപ്പോൾ പുറനാനൂറ് എന്ന് പറയുന്നത് ഒരു സംഘം ലിറ്റററി വർക്കാണ്. അതിലുള്ള ഒരു 2 ലൈൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദ സംഘം വേർ ഗ്രൂപ്പ്സ് ഓഫ് തമിഴ് പോയറ്റ്സ് സെൻറ്റഡ് അറൗണ്ട് മധുരൈ. അപ്പോൾ മധുര ആസ്ഥാനമാക്കി കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് തമിഴ് പോയറ്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സംഘം എന്ന് പറയുന്നത്. ഓക്കെ, ദി സംഘംസ് കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് ദ സോങ്സ് ഓഫ് സിംഗേഴ്സ് അറ്റ് ദാറ്റ് ടൈം. അവർ ആ സമയത്തെ ആൾക്കാരുടെ സോങ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വെച്ചിരുന്നു. therefore these songs are referred to as സംഘം വർക്ക്സ്. അപ്പൊ ഈ ഒരു വർക്കിനെ എന്താണ് പറയുന്നത്, സംഘം വർക്ക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഏൻഷ്യന്റ് തമിഴ് സോങ്. ആൻഡ് ദ പീരീഡ് ഈസ് കോൾഡ് ആസ് സംഘം ഏജ്. ഈ ഒരു കാലഘട്ടത്തെ, അതായത് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന സിംഗേഴ്സിന്റെ പാട്ടുകളൊക്കെ ശേഖരിച്ച് അവർ സൂക്ഷിച്ചു. അതിനെ അവർ സംഘം വാക്സു എന്നും, അതേപോലെ തന്നെ ആ ഒരു ഏജില്ലേ, ആ ഒരു കാലഘട്ടം, ആ ഒരു സമയത്തെ അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്, സംഘം ഏജ് എന്നാണ്. അപ്പോൾ ലൈക്ക് പുറനാനൂറ് മെനി അതർ ലിറ്റററി വർക്ക്സ് വർ കമ്പോസ്ഡ് ഡ്യൂറിങ് ദാറ്റ് ഏജ്. അപ്പോൾ ആ സമയത്ത് പുറനാനൂറ് പോലെയുള്ള വേറെയും കൃതികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് നോക്കാം. സം ഇമ്പോർട്ടൻറ്റ് ലിറ്റററി വർക്ക്സ് നോക്കൂ. ഇതിൻ്റെ കുറുന്തൊകൈ. എന്താ വായിക്കുക, കുറുന്തൊകൈ. ഇത് വായിക്കുക എന്താണ്, നറ്റിനൈ. കുറുന്തൊകൈ, നറ്റിനൈ, അകനാനൂറ്, 10 അപ്പോൾ ഇതൊക്കെ സംഘകാലത്തുള്ള ലിറ്റററി വർക്ക്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാനുള്ളതാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കുറുന്തൊകൈ, നറ്റിനൈ, അകനാനൂറ് നമുക്കറിയാം, പുറനാനൂറ് അത് എളുപ്പമാണ്, 10 അതും കുഴപ്പമില്ല. ഓക്കെ, ഇൻ അഡീഷൻ ടു സംഘം ലിറ്ററേച്ചർ അതർ തമിഴ് ലിറ്റററി വർക്ക്സ് ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഏൻഷ്യൻ തമിഴകം ആർ തിരുക്കുറൾ, സിലപ്പതികാരം ആൻഡ് മണിമേഖല. അപ്പോൾ ഈ സംഘകാല കൃതി നമ്മളിതിപ്പോൾ പറഞ്ഞു അല്ലെ, കുറുന്തൊകൈ, നറ്റിനൈ, അകനാനൂറ്, പുറനാനൂറ്, 10. അതേപോലെ തന്നെ ഈ തമിഴകത്തെക്കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്ന വേറെ കൃതികളുണ്ട്. തിരുക്കുറൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പതികാരം, മണിമേഖല. ഈ തിരുക്കുറൾ എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദി ഇമ്മോർട്ടൽ ലിറ്റററി വർക്ക്സ് ഇൻ തമിഴ് ലിറ്ററേച്ചർ. തമിഴ് ലിറ്ററേച്ചറിലെ ഒരു പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് തിരുക്കുറൾ. ഇതിൻ്റെ രചയിതാവ് ആരാണ്, ദ ഓതർ ഓഫ് ദിസ് ബുക്ക് തിരുവള്ളുവരാണ്. ഇത് എഴുതിയത് ആരാണ്, തിരുവള്ളുവർ. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ചിലപ്പതികാരം. ചിലപ്പതികാരം നമ്മൾ മലയാളത്തിൽ പറയും ഇളങ്കോ അടികൾ. ആരാണ്, ഇളങ്കോ അടികൾ ഈസ് ദ ഓതർ ഓഫ് ചിലപ്പതികാരം വിച്ച് ടെൽസ് ദ സ്റ്റോറി ഓഫ് കണ്ണകി ആൻഡ് കോവാലൻ. അപ്പം കണ്ണകിയുടെയും കോവാലിൻ്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിൻ്റെ ആരാണ് എഴുതിയത്, ഇളങ്കോ അടികളാണ്. നെക്സ്റ്റ് മണിമേഖല. മണിമേഖല ഈസ് എ വർക്ക് ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് മണിമേഖല. അപ്പോൾ മണിമേഖല എന്ന് പറയുന്നത് മണിമേഖലയുടെ കഥ പറയുന്ന ഒരു സ്റ്റോറിയാണ്. മണിമേഖല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോട്ടർ ഓഫ് കോവാലൻ ആൻഡ് മാധവി. മാധവിയുടെയും കോവാലിൻ്റെയും മകളാണ് മണിമേഖല. അവരുടെ കഥ പറയുന്ന ആ ഒരു സ്റ്റോറിയാണ്, ഒരു രചനയാണ് മണിമേഖല. മണിമേഖല വാസ് കമ്പോസ്ഡ് ബൈ ചീത്തലൈ ചാത്തനാർ. ആരാണ്, ചീത്തലൈ ചാത്തനാർ. അപ്പോൾ തിരുക്കുറൾ ആരാണ് രചിച്ചത്, തിരുവള്ളുവരാണ്. ചിലപ്പതികാരം ഇളങ്കോ അടികളാണ്. മണിമേഖല ചാത്തനാറാണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഏൻഷ്യൻറ്റ് തമിഴത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന മെയിൻ ഇൻഫോർമേഷൻ എന്തൊക്കെയാണ്. ഒന്നാമത്തേത് സംഘം വർക്ക്സ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കോയിൻസ് എഴുതാം. മൂന്നാമത്തെ ട്രാവലോഗ്സ് എഴുതാം. പിന്നെ ഇൻസ്ക്രിപ്ഷൻസും നമുക്ക് എഴുതാം. ഓക്കെ, 4 പോയിന്റ്സ് നമുക്ക് എഴുതാം. ഇനി